നമസ്കാരം, എൻ്റെ പേര് ഡോക്ടർ അലീന ജോൺസൺ. ഞാൻ എറണാകുളം ശ്രീനാരായണ മെഡിക്കൽ കോളേജിലെ സൈക്യാട്രി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറാണ്. നമ്മുടെ ചുറ്റും നടക്കുന്ന വാർത്തകളും നമ്മുടെ കണക്കുകളും ഒക്കെ നമ്മളെ സൂചിപ്പിക്കുന്നത് നമ്മുടെ കേരളത്തിൽ ലഹരി ഉപയോഗം വർദ്ധിച്ചു വരികയാണെന്നുള്ളതാണ്. പ്രത്യേകിച്ച് കുട്ടികളിലും കൗമാരപ്രായക്കാരിലും. എല്ലാ മാതാപിതാക്കളുടെ ഉള്ളിലുള്ള ഒരു ആശങ്കയാണ്, എൻ്റെ കുട്ടി ലഹരി ഉപയോഗിക്കുന്നുണ്ടോ അതോ ഇനി നാളെ ലഹരി ഉപയോഗത്തിലേക്ക് പോകുമോ എന്നുള്ളത്. നിങ്ങളുടെ കുട്ടികളെ ലഹരി ഉപയോഗിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ എപ്പോൾ സംശയിച്ചു തുടങ്ങണം എന്നുള്ളതിന് കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നന്നായി പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടി പെട്ടെന്ന് പഠിത്തത്തിൽ പുറകോട്ട് പോവുകയാണ്. ഇതുവരെ ഇല്ലാത്ത പുതിയ ചില കൂട്ടുകെട്ടുകൾ, നിങ്ങൾക്കറിയാത്ത ചില അപരിചിതരുമായിട്ടുള്ള അവരുടെ കൂട്ടുകെട്ടുകൾ നിങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? പ്രത്യേകിച്ച് പ്രായത്തിൽ മുതിർന്ന വ്യക്തികൾ അവരെപ്പറ്റി ചോദിക്കുമ്പോഴത്തേക്ക് ഇവർ പരമാവധി ഒഴിഞ്ഞു മാറാനായിട്ട് ശ്രമിക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെടുന്നുണ്ടോ? കൂടുതൽ പ്രൈവസി ആവശ്യപ്പെടുന്നു, എപ്പോഴും മുറി അടച്ചിട്ടിരിക്കുന്നു, പതിവിനേക്കാൾ കൂടുതൽ സ്വകാര്യത അവർ ആവശ്യപ്പെടുന്നു. അവരോട് എന്ത് ചോദിച്ചാലും പെട്ടെന്ന് ദേഷ്യപ്പെടുകയും പല കാര്യങ്ങൾക്കും കൃത്യമായ ഉത്തരം തരാൻ കഴിയാതെയും ഇരിക്കുന്നൊരവസ്ഥ. ഭക്ഷണക്രമത്തിലാണെങ്കിലും ചില മാറ്റങ്ങൾ, ചിലപ്പോൾ വിശപ്പ് കൂടുതലായി കണ്ടുവന്നിരിക്കാം, വിശപ്പ് കുറയുന്ന ലഹരികളുമുണ്ട്. ഉറക്കത്തിലും വ്യത്യാസം, രാത്രി മുഴുവൻ ഉറങ്ങാതിരുന്ന് പകൽ ക്ഷീണം കാരണം ഉറങ്ങുന്നൊരവസ്ഥ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? പഴയതിനേക്കാൾ കൂടുതൽ വയലന്റ് ആകുകയും ദേഷ്യപ്പെടുകയും ചെയ്യുന്നതെന്ന് ശ്രദ്ധയിൽപ്പെടുന്നുണ്ടോ? ഇതൊക്കെ ലഹരി ഉപയോഗിക്കാമെന്നുള്ള ചില സാധ്യതകളാണ്. ഫിസിക്കലായിട്ട് നോക്കുകയാണെങ്കിൽ കണ്ണൊക്കെ ചുമന്ന് കിടക്കാൻ സാധ്യതയുണ്ട്, ശരീരഭാരം കൂടാനും കുറയാനും സാധ്യതയുണ്ട്. ഇത്തരത്തിൽ നിങ്ങൾക്ക് സംശയം തോന്നുന്ന എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ കുട്ടിയുടെ പെരുമാറ്റത്തിൽ ഈ അടുത്തായിട്ട് ശ്രദ്ധിക്കുകയാണെങ്കിൽ അവരുടെ ബാഗോ അവരുടെ മുറികളോ ഒന്ന് പരിശോധിച്ച് നോക്കുന്നതിന്, നിങ്ങൾക്ക് പരിചയമില്ലാത്ത സാധനങ്ങളോ നിങ്ങൾക്ക് അറിയാവുന്ന ലഹരി വസ്തുക്കളുടെ കാര്യങ്ങളോ നിങ്ങൾ അവിടെ കാണുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അതിന് ശ്രദ്ധ കൊടുക്കേണ്ടതും അവരോട് അതിനെപ്പറ്റി സംസാരിക്കേണ്ടതുമാണ്. പലപ്പോഴും ഇങ്ങനെ ലഹരി ഉപയോഗിക്കുന്ന കുട്ടികൾ പല കാരണങ്ങൾ കൊണ്ട് ഇവർ ലഹരി ഉപയോഗിക്കാം. നമ്മുടെ കുട്ടികൾ എന്തുകൊണ്ടാണ് ലഹരി ഉപയോഗിച്ചത് നമുക്ക് മനസ്സിലായെങ്കിൽ മാത്രമേ നമുക്ക് അതിൽ നിന്ന് അവരെ പിന്തിരിപ്പിച്ചുകൊണ്ട് വരാൻ പറ്റുള്ളൂ. കൗമാരപ്രായക്കാരും ചെറിയ കുട്ടികളുമായിരിക്കും പലപ്പോഴും അവർ ആകാംക്ഷയുടെ പുറത്ത്, അവരുടെ കൂട്ടുകാരുടെ സമ്മർദ്ദത്തിന്റെ പുറത്ത്, അല്ലെങ്കിൽ കൂട്ടത്തിൽ അവർ ഒറ്റപ്പെട്ടു പോകുന്നുള്ള ഒരു പേടിയുടെ മുഖത്ത് ഒക്കെ ആയിരിക്കാം അവർ ഉപയോഗം തുടങ്ങിയത്. അല്ലെങ്കിൽ അവരെ പല തെറ്റിദ്ധാരണകളുടെ പുറത്ത്, ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുറച്ച് ധൈര്യം കിട്ടും, എൻ്റെ ടെൻഷനൊക്കെ ഒന്ന് കുറഞ്ഞു കിട്ടും, അല്ലെങ്കിൽ ഇത് ഉപയോഗിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ശരീരത്തിനോ മനസ്സിനോ ഒന്നും പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പോകുന്നില്ല, എല്ലാം വെറുതെ പ്രചരിപ്പിക്കുന്നതാണ് എന്ന രീതിയിലൊക്കെയുള്ള തെറ്റിദ്ധാരണകളുടെ പുറത്തുമാകാം കുട്ടികളുടെ ആദ്യത്തെ ഉപയോഗത്തിലേക്ക് പലപ്പോഴും എത്തുന്നത്. അല്ലെങ്കിൽ അവർക്ക് അറിയാവുന്ന, അവർ മാതൃകയാക്കാവുന്ന ആരെങ്കിലും ഇത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവരെ അനുകരിച്ചും ഇത് ഉപയോഗിക്കാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് കുട്ടി ലഹരി ഉപയോഗത്തിലേക്ക് പോയത്? ഒരു തെറ്റിദ്ധാരണയുടെ പുറത്താണ്, അവരുടെ അറിവില്ലായ്മയുടെ പുറത്താണ് എങ്കിൽ തീർച്ചയായിട്ടും അവരെ പറഞ്ഞു മനസ്സിലാക്കാൻ മാതാപിതാക്കൾക്ക് കഴിയണം. അതിന് കുട്ടിയും മാതാപിതാക്കളും തമ്മിൽ നല്ല ഒരു അടുപ്പത്തിലാകേണ്ടത് വളരെ ആവശ്യമായിട്ടുള്ളത്. അവർക്ക് എന്ത് വിഷമം വന്നാൽ തുറന്ന് ചോദിക്കാം. പലപ്പോഴും ഇതിനെപ്പറ്റി സംശയങ്ങൾ ഉണ്ടാകുമ്പോഴൊക്കെ അവർ നമ്മളോട് ചോദിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം നമ്മളുടെ അടുത്തുണ്ടെങ്കിൽ അവർ വന്ന് ഇങ്ങനെ ചോദിക്കും, അച്ഛനോട് അമ്മയോട് വന്ന് ചോദിക്കും, ഇങ്ങനെ ഞാൻ കേട്ടു, ഇത് ശരിയാണ്, എൻ്റെ കൂട്ടുകാർ ഇത് ഉപയോഗിക്കുന്നുണ്ടെന്നൊക്കെ പറയാനുള്ള ഒരു സ്വാതന്ത്ര്യമുള്ള വീടുകൾ പലപ്പോഴും കുറവാണ്. അല്ലെങ്കിൽ ഇതിനെപ്പറ്റിയുള്ള ലഹരിയെ പറ്റിയുള്ള ക്ലാസ്സുകളൊക്കെ കേൾക്കുമ്പോൾ അതിനെപ്പറ്റി സംശയം, നീ പോടാ, നീ പോടി എന്നൊക്കെ പറഞ്ഞ് അവരെ ഓടിച്ചു വിടാനും അവരെന്താ പറയുന്നത് അവരുടെ സംശയങ്ങളൊന്ന് ലഘൂകരിച്ചു കൊടുക്കാനൊന്നും പലപ്പോഴും പല മാതാപിതാക്കളും സമയം കണ്ടെത്തുകയോ അല്ലെങ്കിൽ അതിനുവേണ്ടി പരിശ്രമിക്കുന്നതോ ആയിട്ട് കണ്ടിട്ടില്ല. ഇനി ആ സമ്മർദ്ദത്തിന്റെ പുറത്ത് ആരെങ്കിലും ഭീഷണിപ്പെടുത്തി അല്ലെങ്കിൽ അവർ അറിയാതെ ലഹരി എന്തെങ്കിലും അവർ ഉപയോഗിച്ചു പോയോ ആ പേടിയോ, അല്ലെങ്കിൽ മറ്റാരെങ്കിലും അവർ പേടിക്കുന്നുണ്ടെങ്കിൽ അത് വന്ന് തുറന്നു പറയാനോ, ഞാൻ എൻ്റെ വിഷയം പറഞ്ഞ എൻ്റെ പേരൻസ് എനിക്ക് സപ്പോർട്ടാണെന്നോ ഉള്ളൊരു ആത്മവിശ്വാസം പല കുട്ടികൾക്കും ഇന്നില്ല. അവർക്കൊരു വിഷമമുണ്ടായി മാതാപിതാക്കളോട് പറയുന്നതിനേക്കാൾ കൂടുതൽ അവർ അപരിചിതരായിട്ടുള്ള മുതിർന്ന സുഹൃത്തുക്കളോട് പറയും. അവർ തെറ്റായ പല കാര്യങ്ങളിലേക്കും ഇവർ പിന്നീട് നയിക്കുന്നതായിട്ടാണ് നമ്മൾ കണ്ടുവരുന്നത്. അപ്പോൾ നമുക്ക് എന്താ ചെയ്യാൻ കഴിയുക? നമ്മുടെ കുട്ടികൾക്ക് നല്ലൊരു സ്വാതന്ത്ര്യം കൊടുക്കുക. സ്വാതന്ത്ര്യം എന്ന് ഉദ്ദേശിച്ചത് അവർക്ക് നമ്മളോട് എപ്പോൾ വേണമെങ്കിലും സംസാരിക്കാനും അവരുടെ വിഷയങ്ങൾ നമ്മളോട് ഷെയർ ചെയ്യാനും, അവർക്കൊരു പ്രശ്നം ഉണ്ടെങ്കിൽ മറ്റാരേക്കാളും മുന്നേ നമ്മൾ ഉണ്ടായിരിക്കും എന്നുള്ള ഒരു ആത്മവിശ്വാസം അവരെ വളർത്തിയെടുക്കാൻ എല്ലാ മാതാപിതാക്കൾക്കും കഴിയണം. ഇനി എന്ത് കാരണം കൊണ്ടാണെങ്കിലും ഒരു ആദ്യത്തെ ലഹരി ഉപയോഗിച്ച കുട്ടിയെ നമ്മൾ ഒറ്റപ്പെടുത്താതെ അതിന്റെ ദൂഷ്യവശങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അവരതിൽ നിന്ന് പിന്മാറ്റിക്കൊണ്ടുവരുവാൻ നമ്മൾ എല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമായി ആളുകളിലേക്ക് ലഹരിയുടെ പ്രശ്നങ്ങളും കാര്യങ്ങളും അറിയിക്കുകയും അതിനൊരു അവയർനെസ് എന്ന ലക്ഷ്യത്തോടെ ഈ മാർച്ച് 30 ചെറായി ബീച്ച് മാരത്തോൺ സീസൺ 2 DTPCയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്നുണ്ട്. ലഹരിക്കെതിരെ മാലിന്യമുക്ത നവകേരളത്തിന് എന്ന വിഷയത്തിലാണ് ഇതിന് മുൻകൈ കൊടുത്തിരിക്കുന്നത്. ഈ മാരത്തോണിന് നമ്മുടെ ശ്രീനാരായണ മെഡിക്കൽ കോളേജിന്റെ എല്ലാ പങ്കാളിത്തം ഉണ്ടാകുമെന്നും ഇതിന്റെ വിജയത്തിനായിട്ട് എല്ലാ ആശംസകളും ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. എൻ്റെ പേര് ഡോക്ടർ അലീന ജോൺസൺ. ഞാൻ എറണാകുളം ശ്രീനാരായണ മെഡിക്കൽ കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസറാണ് സൈക്യാട്രി വിഭാഗത്തിൽ. എല്ലാവർക്കും നന്ദി.